ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NKL ഡിസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു അടിപൊളിയായിട്ടുള്ള CC നമുക്ക് എങ്ങനെ Alightmotionൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒരു അടിപൊളിയായിട്ടുള്ള CC തന്നെയാണ് ഇത്. നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി തന്നെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞാണ്. ഓക്കെ, ഒരു അടിപൊളിയായിട്ടുള്ള CC തന്നെയാണ്. നിങ്ങളുടെ MP4 സ്റ്റാറ്റസ് വീഡിയോസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി CC ആണ്. എല്ലാ തരത്തിലുള്ള, അതായത് ഫുട്ബോൾ എഡിറ്റിംഗ് ആയാലും അതുപോലെ മൂവിയുടെ എഡിറ്റിങ്ങിനൊക്കെ ആയാലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി CC ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ Alightmotion ഓപ്പൺ ചെയ്തിട്ടാ ഇതുപോലെ 3 ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ 3 ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കാണ് നമ്മൾ ആ ഒരു CC കൊണ്ടുവരേണ്ടത്. അതിന് ആദ്യം നമ്മൾ ഇതിലേക്ക് റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം നമ്മളിവിടെ ഫിൽ കോമ്പോസിഷൻ ഏരിയ അല്ലെങ്കിൽ സ്ട്രെച്ച് ടു കോമ്പോസിഷൻ ഏരിയ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കളർ വന്ന് നമ്മൾ ബ്ലാക്ക് ആക്കി കൊടുക്കുക. കളർ വന്ന് ബ്ലാക്ക് ആക്കിയിട്ട് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ മാറ്റേ മാസ്കിൽ പോയിട്ട് വൈപ്പ് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ശേഷം അതിൻ്റെ വാല്യൂ വന്ന് നമ്മൾ സ്റ്റാർട്ടിൻ്റെ വാല്യൂ 100 ആക്കി കൊടുക്കുക. ഓക്കെ, 100 ആക്കി കൊടുക്കുക. ശേഷം ആംഗിൾ വന്ന് നമ്മളൊരു 90 ഡിഗ്രി സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം ഫെർദറിൽ വരാം. അതിൽ വന്നിട്ട് അതിൻ്റെ വാല്യൂ വന്ന് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 44 ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു റേഞ്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് വരാം. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. താഴെ ഭാഗത്തുനിന്നൊരു ഒരു ബ്ലാക്ക് ഗ്രേഡിങ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോവുക. കോൺട്രാസ്റ്റിൽ സോഫ്റ്റ് ലൈറ്റ് ചെയ്യുന്നില്ല ഈ ഒരു എഫക്റ്റ്, ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ബാക്ക് വരാം. അപ്പോൾ നമുക്കിതാ ഇപ്പം നോക്കിയാൽ ഇവിടെ താഴെയായിട്ടൊരു ബ്ലാക്ക് കളർ വന്നിട്ടായിട്ട് കാണാം. ഓക്കെ, ശേഷം ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് രണ്ടാമത്തെ റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം സ്ട്രെച്ച് ടു കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. ഒതേഴ്സിൽ പോയിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മളിനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിതിൽ ഷാർപ്പൻ കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്. അതിനിപ്പോൾ ആഡ് എഫക്റ്റ് പോയിട്ട് ബ്ലറിൽ പോയിട്ട് ഷാർപ്പൻ ആഡ് ചെയ്യുക. ഷാർപ്പൻ ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ വാല്യൂ വന്ന് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0.08 സെറ്റ് ചെയ്യുക. അതിൻ്റെ റേഡിയസ് വന്ന് നമ്മൾ ഫുള്ളാക്കി ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ശേഷം ബാക്ക് വരാം. ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. നമ്മൾ വീണ്ടും ബ്ലറിൽ പോയിട്ട് ഷാർപ്പൻ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആഡ് ചെയ്തതിന് ശേഷം എന്താ വേണ്ടതെന്ന് വെച്ചാൽ, അതിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു 0.050 സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മൾ റേഡിയസ് ഒന്നും മാറ്റം വരുത്തണ്ട. ശേഷം ബാക്ക് വന്നിട്ട് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോയിട്ട് അതിൻ്റെ വാല്യൂ ഒരു 45 ഒക്കെ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ബാക്ക് വരാം. അപ്പോൾ നമ്മൾ 2 റെക്റ്റാങ്കിളിൻ്റെ പണി ഇതുവരെ തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിളും കൂടി ആഡ് ചെയ്യണം, റെക്റ്റാങ്കിൾ 3. ശേഷം സ്ട്രെച്ച് ടു കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ഇത് നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്ലിക്കർ എഫക്റ്റാണ് നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളിൽ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ കളർ വന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുക. ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ ഒപ്പാസിറ്റി ആൻഡ് വിസിബിലിറ്റി ഉണ്ടാവും. അതിൽ നമ്മൾ ഈ ഒരു ഫ്ലിക്കർ എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മൾ ഫ്രീക്വൻസി ഒന്ന് ഫുള്ളാക്കിയിട്ട് കൊടുക്കുക. അതുപോലെ സ്ട്രെങ്ത്ത് ഒന്ന് നമ്മൾ ഫുള്ളാക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, ഇത് രണ്ടും നമ്മൾ ഫുള്ളാക്കിയിട്ട് കൊടുക്കുക. അതായത് ഫ്രീക്വൻസി, സ്ട്രെങ്ത്ത്, ഇത് രണ്ടും നമ്മൾ ഫുള്ളാക്കിയിട്ട് കൊടുക്കുക. ശേഷം ബാക്ക് വരാം. ശേഷം ബാക്ക് വന്നതിന് ശേഷം ഫുള്ളായിട്ട് ബാക്ക് വന്നതിന് ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ബ്ലെൻഡിങ്ങിൽ വരാം. ബ്ലെൻഡിങ്ങിൽ വന്നിട്ട് അതിൻ്റെ വാല്യൂ വന്ന് 22 ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു 22 ഒക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ അതും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു റെക്റ്റാങ്കിളും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു റെക്റ്റാങ്കിളും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു CC പൂർത്തിയായി കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ഈ ഒരു റെക്റ്റാങ്കിൾ ഇതിലേക്ക് ആഡ് ചെയ്യുക, 4ാമത്തെ റെക്റ്റാങ്കിൾ. ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ട്രെച്ച് ടു കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നമ്മൾ എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. ഒതേഴ്സിൽ പോയിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ഓക്കെ, അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിതിലേക്ക് ഗ്രേഡിയൻ്റ് ഓവർലേ എന്ന് പറഞ്ഞിട്ടുള്ള എഫക്റ്റ് ആഡ് ചെയ്യണം.
അതിന് ആഡ് എഫക്റ്റ് പോയിട്ട് നമ്മളിവിടെ കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് ഈ ഒരു ഗ്രേഡിയൻ്റ് ഓവർലേ എന്ന് പറയുന്ന ഈ ഒരു എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യാം. ഓക്കെ, ശേഷം നമുക്കിവിടെ കളർ 1 കളർ 2 എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അതിൽ കളർ 1 വന്ന് നമ്മൾ ഏകദേശം ഈ ഒരു വൈറ്റ് കളറാക്കി കൊടുക്കുക. കളർ 2 വന്ന് നമ്മളൊരു ഈ ഒരു കളറും സെറ്റ് ചെയ്ത് കൊടുക്കുക, വൈറ്റ് കുറച്ച് ഡാർക്ക് വൈറ്റ്. ഓക്കെ, ഈ ഒരു രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ 2 കളറ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിൽ വേറെ മാറ്റങ്ങളൊന്നും വരുത്താനില്ല. ഈ ഒരു എഫക്റ്റിൽ ഈ ഒരു 2 കളറ് മാത്രമേ മാറ്റാനുള്ളൂ. അതായത് കളർ 1 കളർ 2 ഈ 2 കളറ് ഞാൻ ഈ കാണിച്ച 2 കളർ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്താൽ ശേഷം ബാക്ക് വരാം. ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ടാവും. താഴേക്ക് വന്നാൽ ആ ഒരു എഫക്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ സാച്ചുറേഷൻ വന്ന് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു +40 ഒക്കെ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം വൈബ്രൻസ് വന്നിട്ട് നമ്മൾ ഏകദേശം ഒരു 1.93 ഒക്കെ സെറ്റ് ചെയ്യുക. ഓക്കെ, 1.93 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ശേഷം ബാക്ക് വരാം. അപ്പോൾ അതും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ്. ഇനി നമുക്ക് ഇതിലേക്ക് 2 എഫക്റ്റ് ആഡ് ചെയ്യണം. അതിന് അടുത്ത എഫക്റ്റ് എന്ന് വെച്ചാൽ എക്സ്പ്ലോഷർ ആൻഡ് ഗാമയാണ്. അതിന് ആഡ് എഫക്റ്റ് പോവുക. കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് ഇതെവിടെ മുകളിൽ തന്നെ കാണാൻ സാധിക്കും, എക്സ്പ്ലോഷർ ആൻഡ് ഗാമ. അതിൽ ഈ ഒരു എക്സ്പ്ലോഷർ ആൻഡ് ഗാമ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ വന്ന് നമ്മൾ എക്സ്പ്ലോഷറിൻ്റെ വാല്യൂ മാത്രമേ മാറ്റേണ്ടുള്ളൂ. അതിൽ എക്സ്പ്ലോഷറിൻ്റെ വാല്യൂ 0.07 ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് എഫക്റ്റാണ്, അത് ഹൈലൈറ്റ് ആൻഡ് ഷാഡോസ് എന്നുള്ള പറഞ്ഞിട്ടുള്ള എഫക്റ്റാണ്. അത് ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് എഫക്റ്റ് പോവുക. കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് ഹൈലൈറ്റ്സ് ആൻഡ് ഷാഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ എഫക്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം വന്ന് നമ്മൾ അതിൻ്റെ ഹൈലൈറ്റിൻ്റെ വാല്യൂ നമ്മളൊന്ന് മാറ്റി കൊടുക്കുക, ഒരു 20% ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതൊന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എഫക്റ്റാണ് ഈ ഒരു റെക്റ്റാങ്കിൾ 4ൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്നിട്ട് കോൺട്രാസ്റ്റിൽ ഓവർലേ സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം നിങ്ങൾക്കിവിടെ ഇതിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 100% കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കുറക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലിപ്പിൻ്റെ ആഫ്റ്റർ ബിഫോർ ആണ്. അപ്പോൾ നമുക്കിതാ ഈ റെക്റ്റാങ്കിൾ എല്ലാം ഓഫാക്കിയാൽ ഇതാണ് നമ്മുടെ ക്ലിപ്പിൻ്റെ CC ഇടാത്തത് എന്ന് പറയുന്നത്. അതായത് CC ഒന്നും ഇല്ലാതെ ഈ ഒരു ക്ലിപ്പ് ഇങ്ങനെയാണ് ഉണ്ടായത്. ഓക്കെ, ഇനി നമുക്ക് CC ഇട്ടിട്ടുള്ളത് കാണാം. കണ്ടില്ലേ, ഇതാണ് ആ ഒരു CC ഇട്ടിട്ടുള്ള ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളിയായിട്ടുള്ള CC തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ ക്വാളിറ്റി അത് ഇൻക്രീസ് ചെയ്യുന്നില്ലെങ്കിൽ ഒരിതുമില്ല, ഒരു അടിപൊളി CC തന്നെയാണ്. ശേഷം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു 4 റെക്റ്റാങ്കിളും എൻ്റർ സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് CC ഇല്ലാതെ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് ക്ലിപ്പ്, ഇതാണ് സെക്കൻഡ് ക്ലിപ്പ്. ഓക്കെ, ഇത് സെക്കൻഡ് ക്ലിപ്പ്, ഇത് തേർഡ് ക്ലിപ്പ്. ഇത് 3 ക്ലിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് CC ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഒരു അടിപൊളി CC തന്നെയാണ്. ഒരു ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു CC തന്നെയാണ്. ഈ ഒരു ഇതുപോലുള്ള CC വേണം നിങ്ങളുടെ എഡിറ്റിങ്ങിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഒരു CC നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിരുന്നു ഇന്നത്തെ വീഡിയോയിലെ ഇത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി നോക്കുന്നു. വീഡിയോ യൂസ്ഫുള്ളായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.